ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ പാലപ്പുറം ആൻഡ് ലക്ഷ്മി നാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം. ശ്രീകൃഷ്ണപുരത്ത് സാഹിത്യോത്സവം തുടരുന്നു. ഗീബൽസിനെ വെല്ലുന്ന PR ഏജൻസികളാണ് ഇപ്പോഴത്തെ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർഗലയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീകൃഷ്ണപുരം ഗീബൽസിനെ വെല്ലുന്ന പണികളാണ് ഇന്ന് PR ഏജൻസികൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പണ്ട് ഗീബൽസ് നടത്തിയ ജോലിയാണ് അവർ ഇന്ന് ചെയ്യുന്നത്. മുഖം മിനുക്കലാണ് നടക്കുന്നത്. ഏകാധിപതികളായ ഭരണാധികാരികളുടെ മുഖത്തു നോക്കി സത്യം പറയാനുള്ള ധൈര്യം കൂടെയുള്ളവർക്ക് പോലും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിൽ പ്രതികരിക്കുന്നവരെ ദേശദ്രോഹികളെന്ന് വിളിക്കുമ്പോൾ കേരളത്തിൽ വികസന വിരുദ്ധരെന്ന് വിളിക്കുന്നു. താമസിയാതെ കേരളത്തിലും ദേശദ്രോഹികൾ എന്നുള്ള വിളി വരും. സാംസ്കാരിക കൂട്ടായ്മയായ സർഗലയയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുന്ന 3 ദിവസത്തെ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളം കഴിഞ്ഞ 1-2 വർഷം എഴുത്തുകൊണ്ട് സമ്പന്നമായ കാലമാണ്. എഴുത്തുകാരും വായനക്കാരും കൂടി കൊല്ലപ്പെട്ട റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നൽവാനിയുടെ ആത്മകഥ ഉൾപ്പെടെയുള്ള 3 പുസ്തകങ്ങൾ മനസ്സിൽ തട്ടിയ പുസ്തകങ്ങളായിരുന്നു. ശ്രീകൃഷ്ണപുരത്ത് വന്ന് കഥകളി പഠിച്ച് കാശ്മീർ സന്ദർശനത്തിനിടെ തീവ്രവാദികളുടെ വെടിയേറ്റു മരിച്ച ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ട്രോക്ക് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം സമർപ്പിക്കുന്നുവെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ KC നാരായണൻ പറഞ്ഞു. VK ശ്രീകണ്ഠൻ MP അധ്യക്ഷനായിരുന്നു. സന്ദീപ് G വാര്യർ, ചെയർമാൻ P ഹരിഗോവിന്ദൻ, മോഹൻദാസ് ശ്രീകൃഷ്ണപുരം, PA തങ്ങൾ, KM ഹനീഫ, സലീം, ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ, സുരേഷ് തെങ്ങിൻതോട്ടം, P ഗിരിധരൻ, അസീസ് ഭീമനാട്, KPS പയ്യനടം, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സിവിൽ സർവീസ് റാങ്ക് ജേതാവ് ഗ്രീഷ്മയെ ചടങ്ങിൽ അനുമോദിച്ചു. ശിവപ്രസാദിന്റെ നോവൽ ഉടൽ മുനമ്പിന്റെ പ്രകാശനവും നടന്നു. തുടർന്ന് കവിതയുടെ ലോകത്തെക്കുറിച്ച് കൽപ്പറ്റ നാരായണന്റെ പ്രഭാഷണം നടന്നു. NV ജയരാജൻ മോഡറേറ്ററായി. തുടർന്ന് വർഷ P ഉദയകുമാറിന്റെ ഭരതനാട്യം, സംഗീത സമന്വയം എന്നിവ നടന്നു. 17 നടന്ന പരിപാടിയിൽ പന്ന്യൻ രവീന്ദ്രൻ, TN പ്രതാപൻ, KNA ഖാദർ, NP വിജയകൃഷ്ണൻ, VK ശ്രീകണ്ഠൻ MP, EP രാജഗോപാലൻ, മുണ്ടൂർ സേതുമാധവൻ, മല്ലിക സുകുമാരൻ, U ഷറഫ് അലി, ഡോക്ടർ രാജൻ ചുങ്കത്ത്, PK ഫിറോസ്, അബിൻ വർക്ക്, E സന്തോഷ് കുമാർ, ഫൈസൽ എളേട്ടിൽ, ശുഗപുരം ദിലീപ്, MA പരമേശ്വരൻ, AP അനിൽകുമാർ, MLA ജയരാജ് വാര്യർ, PK ബഷീർ MLA, കമാൽ വരദൂർ, സണ്ണി P കപ്പിക്കാട്, M ലിജു തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും. വൈകിട്ട് 6 മുതൽ നാടൻ പാട്ടുകളും നാടക ഗാനങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും പേടിയാണ്. കാരണം കൂടെ ഇരിക്കുന്നവരെയും കൊല്ലും, ശത്രുക്കളെയും കൊല്ലും, ആര് സംശയിച്ചാലും കൊല്ലും. അപ്പൊ പറയാണ് തമാശ പറയും, ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറയാണ്, എനിക്കൊരു ദിവസം നായാട്ടിന് പോകണം എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് റിവോൾവർ എടുത്ത് 13-12 കിലോമീറ്റർ കാട്ടിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ ഒരു വൃക്ഷത്തിൽ, സാലും പറയാ മന്ത്രിസഭാംഗങ്ങളെ കൂടെ 26 പക്ഷികൾ ഇരിക്കുന്നു. ഞാൻ ഓരോന്നിനെയും വെടിവെച്ചു. 13 എണ്ണം നിലത്ത് വീണപ്പോൾ ബുള്ളറ്റ് മുഴുവൻ തീർന്നുപോയി. ഞാൻ തിരിച്ച് നടന്നു വന്ന് വീട്ടിൽ വന്ന് ബുള്ളറ്റ് മുഴുവൻ റീഫിൽ ചെയ്ത് ഞാൻ വീണ്ടും കാട്ടിലേക്ക് തിരിച്ച് നടന്നു ചെന്ന് ബാക്കിയുള്ള 13 എണ്ണത്തിനെയും കൂടി വെടിവെച്ചു വന്നു. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു റഷ്യൻ ഭാഷയിൽ ഫാന്റാസ്റ്റിക്, ഫാബുലസ്. ഒരാൾ പറഞ്ഞു സോവിയറ്റ് യൂണിയൻ. ഇപ്പൊ ആളുകൾ പറയുന്ന പോലെ തന്നെ ഇതുപോലത്തെ ഒരു നായാട്ടുകാരനെ റഷ്യ സോവിയറ്റ് യൂണിയൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു മന്ത്രി പറഞ്ഞു അങ്ങനെയല്ല, ഈ ഏഷ്യ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരുത്തം പറയും ഈ ലോകം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. വേറൊരു മന്ത്രി. എന്നിട്ട് ക്രിസ്ത്യൻ മെമ്പേഴ്സിൽ അദ്ദേഹം പറയാം ഇതിൽ 1-2 പേര് എല്ലാവരും സ്വന്തം മുറിയിലേക്ക് മടങ്ങിപ്പോയി. എല്ലാവരും തിരിച്ചു പോയപ്പോ ഈ 2 പേര് മാത്രം സ്വന്തം മുറിയിൽ കയറി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നിനക്ക് നാണം ഉണ്ടാകാം എന്ന് ചോദിച്ചു. കണ്ണാടിയുടെ മുമ്പിൽ